ഹായ് ഗൈസ്, ഇന്നൊരു മസ്ക ബൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടാ. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കേൾക്കുന്നൊരു ഇതാണല്ലോ മസ്ക ബൺ എന്നുള്ളത്. എന്താണെന്നപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് എന്താണെന്നുള്ളത്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തീരുമാനിച്ചു മസ്ക ബൺ ഉണ്ടാക്കാനായിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വരാമെന്ന്. എന്നിട്ട് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയാവുമെന്ന് അറിയില്ല ഗൈസ്, എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മസ്ക ബൺ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബൗളെടുത്ത് അതിലേക്ക് ബട്ടർ എടുക്കുക എന്നുള്ളതാണ്. ബട്ടർ എടുത്തത് നമ്മൾ അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ മനസ്സാലത്ത് ബട്ടറായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എന്ത് ഭക്ഷണത്തിനായിട്ടുള്ള ബട്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ അൻസാൾട്ടായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡാണ്. ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് മിഠായി മേറ്റാണ്, അമൂലിൻ്റെ മിഠായി മേറ്റ്. അത് ചെറുത് നോക്കി വാങ്ങിച്ചതാണ്, അതുകൊണ്ട് മിഠായി മേറ്റ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് ഒരേ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് അത് ഫ്ലോപ്പ് ആവാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ വായ വെക്കാൻ കൊള്ളില്ല, അങ്ങനത്തെ തരത്തിലായിരിക്കും. എന്നാലും എന്ത് ചെയ്യും, ഞാനിങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് നല്ല നിലക്ക് കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ പരീക്ഷണം നടത്തുന്നതായിട്ടാ ഈ മസ്ക ബണ്ണും. പക്ഷെ അത് അങ്ങനെ ഫ്ലോപ്പായതായിട്ട് എനിക്ക് തോന്നിയില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബണ്ണാണ്. അതാണ് മുഖ്യ ഘടകം. ബണ്ണില്ലെങ്കിൽ പിന്നെ മസ്ക ബണ്ണില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വാങ്ങിക്കേണ്ടത്. അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അതായത് ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററി ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ബണ്ണ് എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് വേണം അത് ഫില്ല് ചെയ്യാനായിട്ട്. അത് നല്ല തിക്നെസ്സോട് കൂടി തന്നെ ഫില്ല് ചെയ്യണം. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം ബൺ പോലെ ആയിപ്പോകും. അപ്പോൾ അതിന് പകരം നല്ല തിക്നെസ്സോട് കൂടി തന്നെ ഇത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്.